ഹായ് ചങ്കോളെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു അതുല്യ കലാകാരനെയാണ്. നിഷാദ്ക്ക, എന്താ വിശേഷം? ഞങ്ങൾ ഇവിടെ ശരിക്കും പറഞ്ഞ വേറൊരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെ കണ്ട സ്ഥിതിക്ക് നിങ്ങളെന്തായാലും കുറേ പേരെ ശബ്ദം അനുകരിക്കുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെയ്തു തരും, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഓക്കെ. ഹായ് ചങ്കോളെ, ഇതാണ് ഞാൻ പറഞ്ഞ നിഷാദ്ക്ക, മിമിക്രി കലാകാരൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മിമിക്രി നമുക്ക് കാണാം. അതിലൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സിനിമാ നടൻ വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം, ഒരു സർപ്രൈസ് ഉണ്ട്. ഓക്കെ. ഞാൻ ആദ്യമായിട്ട് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ബിജുക്കുട്ടൻ. എൻ്റെ വാവച്ചി എന്ന് പണിയെ കാണിച്ച് എന്നെ ബാറിൽ നിർത്തിയിട്ട് വാവച്ച് മുങ്ങിക്കളഞ്ഞില്ലേ. അവർ രാത്രി മുഴുവൻ എന്നെ കൊണ്ട് പൊറാട്ട അടുപ്പിച്ച് ഉറങ്ങി പോകാതിരിക്കാൻ വേണ്ടി കണ്ണിൽ അച്ചാറ് വെച്ച്, എന്നിട്ട് അവരെനിക്കൊരു പേരിട്ട്, എന്താണെന്നറിയോ, കരിവണ്ടെന്ന്. എൻ്റെ ദൈവമേ, വെള്ളം തീർന്നു പോകും, ഡ്രൈ അടിക്കേണ്ടി വരും. അടുത്തതായിട്ട് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് സലീം കുമാർ. ഇത് അബ്ദുള്ള, ഇത് ഷെയ്ഖ് അബ്ദുള്ള. അവർ ഈ കൈ ഉപയോഗിക്കുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്. കാണാൻ ഒരു ലുക്കില്ലാന്നുള്ളൂ, ഭയങ്കര ബുദ്ധിയാ. അച്ഛനെ കാണണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ എനിക്ക് പള്ളിയിൽ അച്ഛനെയാണ് കാണിച്ചു തന്നുകൊണ്ടിരുന്നത്. അച്ഛനാണത്രേ അച്ഛൻ. അടുത്തായിട്ട് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ലാലു അലക്സ്. അദ്ദേഹം രാവണപ്രഭുവിലെ നമ്മളെ ലാലേട്ടൻ ചെയ്ത ആ കഥാപാത്രം അദ്ദേഹം ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഹലോ, കരാട്ടെ ഞാൻ പഠിച്ചിട്ടില്ല, പിന്നെ എനിക്കറിയാവുന്നത് നാടന്തല്ല. അങ്ങനെ ഒരുപാട് പേരുടെ പല്ല് ഞാൻ തല്ലിക്കൊഴിച്ചിട്ടുണ്ട്. അതൊക്കെ എൻ്റെ വീട്ടിൽ പിറവത്തെ ഒരു ഹോർലിക്സ് കുപ്പിയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഏതാണ്ട് ഇത്രയും വരും കുപ്പി. അടുത്തതായിട്ട് നമ്മുടെ ജഗദീഷ് ശ്രീകുമാർ. അദ്ദേഹം താളവട്ടത്തിലെ ആ കഥാപാത്രം ഒന്ന് നോക്കാം. ഇവിടെ ആരും ഇല്ലടേ. സാറിനെ കണ്ട് അവസാനമായിട്ടൊന്ന് അപേക്ഷിക്കണം വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. താനൊക്കെ മറ്റേ ചിട്ടയുടെ ആളാണല്ലോ, മിലിറ്ററി. താൻ ഞങ്ങളെയൊക്കെ ചിട്ട പഠിപ്പിക്കുന്നതിന് മുമ്പ് തൻ്റെ മോളെ ഒന്ന് നിലയ്ക്ക് നിർത്തണം. യൂക്കാലിപ്റ്റസ് മരത്തിനിടയിലൂടെ 2 യുവ മിഥുനങ്ങൾ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് പോകുന്നത് ഞാൻ കണ്ടു. ഒന്ന് തൻ്റെ മോളും മറ്റേത് തൻ്റെ ആശുപത്രിയിലാ വട്ടനും. ഇത് തന്നോട് മാത്രമല്ല, ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളോട് ഞാൻ പറയാൻ പോവുക. രവീന്ദ്ര, തന്നെയും തൻ്റെ മോളെയും ഈ നാട്ടിൽ ഈ നാരായണൻ നാറ്റിച്ചില്ലെങ്കിൽ തൻ്റെ പേര് താൻ തന്നെ തൻ്റെ പട്ടിക്കിട്ടോടെ. ഓട്ടെ സാർ. അടുത്തതായിട്ട് ആലമൂടൻ. എന്നാലും എൻ്റെ തോമാച്ച, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു കേട്ടോ. വളരാൻ വേണ്ടി വളമിട്ടാലും വളരാത്ത പൊറ്റേ. അടുത്തതായിട്ട് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് പൃഥ്വിരാജ്. തോട്ടത്തിൽ നല്ല പെരുമഴ പെയ്യുമ്പോൾ നല്ല വരാല് മീന്, കുരുമുളക് അരച്ചു പൊടിച്ച് നല്ല താറാവിറച്ചിയും കൂട്ടി നമുക്ക് കാഞ്ഞിരപ്പള്ളിയിൽ ഇങ്ങനെ അടിച്ചു പൊളിക്കാം. ഈ കുഞ്ഞുഞ്ഞിനൊരു സവിശേഷ ഗുണമുണ്ട്. ഈ പെമ്പിള്ളേരെ പുറകെ ഇങ്ങനെ നടക്കും, എന്നിട്ട് പെമ്പിള്ളേരങ്ങ് വളയ്ക്കും. അങ്ങനെ വളച്ചു കഴിഞ്ഞ് ത്രില്ല് പോയി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുഞ്ഞതങ്ങ് വിടും. അങ്ങനെ ത്രില്ല് പോയ പെൺകുട്ടികളിൽ അവസാനത്തെ പെൺകുട്ടിയാണ് കമല. വെയിറ്റ് ആൻഡ് സീ. കാഞ്ഞിരപ്പള്ളിയിൽ എന്തും വിളയും. നിഷാദ്ക്ക, പിന്നെ നമ്മുടെ അബൂ സലീം ഖാൻ്റെ സൗണ്ട് അനുകരിക്കുമെന്ന് പറഞ്ഞു കേട്ടല്ലോ. തീർച്ചയായിട്ടും. കാരണം കേരളത്തിൽ എനിക്ക് തോന്നുന്ന ഒരാളും ഒരു മിമിക്രി ആർട്ടിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇതുവരെ അനുകരിച്ചത് കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടോ, അതൊന്ന് ചെയ്യോ? തീർച്ചയായിട്ടും. ബിജു, നിന്റെ അഭിനയം അതൊക്കെ സിനിമയിൽ മതി, ഇവിടെ വേണ്ട, പോയി വെയിറ്റ് എടുക്ക്. ചില ആളുകൾക്ക് ഒരു വിചാരമുണ്ട് ജിമ്മിലെ ആശാമാർ മുഴുവൻ മണ്ടന്മാരാണെന്ന്. എന്നാൽ 97% മണ്ടന്മാരും ബാക്കി 3% നല്ല ബുദ്ധിയുള്ളവരുമാണ്. ഞാൻ ആ 3% പെട്ടതാ. അതുകൊണ്ട് നിന്റെ അഭ്യാസം നിന്റെ അടുത്ത് വേണ്ട, പോയി വെയിറ്റ് എടുക്ക്. ചില്ല് ഗ്ലാസ്സിൽ ചായ കുടിച്ചിട്ട് ഡിസ്പോസിബിൾ ആ വിചാരിച്ചൊന്ന് അമർത്തിയതാ, കൈ അങ്ങ് കീറിപ്പോയി.